പ്രതീക്ഷിച്ചില്ല ഇത്രയൊരു ഗുമ്മുണ്ടാവുമെന്ന്. നന്നായിരുന്നു, നല്ല ഫിലിമായിരുന്നു. രാജുവേട്ടൻ ദീപക് ദേവിനെ പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനെന്ന് അറിഞ്ഞുകൂടാ. അങ്ങേരെ അടുത്ത് വല്ല കാട്ടികൾ സുഷിനെ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ. ഹിന്ദിയിൽ നിന്നാണെങ്കിലും മറ്റേ ഷാറുഖ് ഖാൻ, അമീർ ഖാൻ, തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ രജനികാന്ത്, അങ്ങനെ ഒരുപാട് ക്യാമിയോസ് ഒക്കെ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ ഇല്ലാത്തതും ചിലപ്പം ഓവർ എക്സ്പെക്ടേഷൻ്റെ ബേസിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഇല്ല, ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കുത്തി നെഗറ്റീവ് പറയണം. നൈസ്. പൃഥ്വിരാജിന്റെ ഡയറക്ഷനൊക്കെ പക്ക. Usually it's a treat for everybody. We missed this Lalaten on screen for a long time. ആവശ്യമില്ലായിരുന്നു ഇത്ര വലിയ പടത്തിന്റെ ആവശ്യമില്ലായിരുന്നു. കാരണം ഈ ഇംഗ്ലീഷ് സിനിമ കാണുന്നവർക്കൊക്കെ ഈ പടമൊക്കെ ഓക്കെ ആയിട്ട് നല്ല പടം ഇഷ്ടപ്പെടും. സൂപ്പറായിരുന്നു, വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിരുന്നു സിനിമ. പ്രതീക്ഷിച്ചില്ല ഇത്രയൊരു ഗുമ്മുണ്ടാവുമെന്ന്. നന്നായിരുന്നു, നല്ല ഫിലിമായിരുന്നു. എല്ലാവരും ഓരോരുത്തരെ പറ്റി പറയണം. എല്ലാവർക്കും പറ്റിയൊരു റോളായിരുന്നു കിട്ടിയത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നതിനേക്കാൾ അപൂർവമായിരുന്നു. ഡയറക്ഷനൊക്കെ സൂപ്പറായിരുന്നു. ക്യാമറ ആയിരുന്നാലും ഒരു രക്ഷയില്ല, പ്രതീക്ഷിച്ചില്ല ഇത്രയും നല്ലൊരു ഫിലിം മലയാളത്തിന് കിട്ടുകയെന്ന് വെച്ചാൽ വലിയൊരു കാര്യം തന്നെയാണ്. അടിപൊളി ഫിലിമായിരുന്നു. അതെ, ഡീഗ്രേഡ് ചെയ്യണേ കൊള്ളാം, നല്ല പടമാണ്. മ്യൂസിക് അത്ര പോരായിരുന്നു. രാജുവേട്ടൻ ദീപക് ദേവിനെ പിടിച്ചോണ്ടിരിക്കുന്ന എന്തിനെന്ന് അറിഞ്ഞുകൂടാ. അങ്ങേരെ അടുത്ത് വല്ല കാട്ടികൾ സുഷിനെ വല്ലതും കൊടുത്തിരുന്നെങ്കിൽ നന്നായിട്ട് ചെയ്തേനെ. L3 ബിഗിനിങ് സൂപ്പറായിരിക്കും. റിക്യൂണ് വന്നപ്പോൾ ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടായിരുന്നു. എങ്കിലും കൊള്ളാം, അടിപൊളി പടമാണ്. നല്ല പടമാണ്, നന്നായിട്ടുണ്ട്. നല്ലൊരു ഫൈറ്റ് സീൻ, സെക്കൻഡ് ഹാഫിലെ ഫൈറ്റ് സീൻ നല്ല അത് തന്നെ വാല്യൂബിൾ ആയിട്ടുള്ളൊരു ഫൈറ്റ് സീൻ ഉണ്ട്. പിന്നെ രണ്ട് കഥാപാത്രങ്ങൾ സ്റ്റീഫനായിട്ടും അതേപോലെ ഇബ്രാഹിം ഖുറേഷി ആയിട്ടും വരുമ്പോൾ ഉള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള തന്നെ ഒരു ചേഞ്ച് ആളുടെ ക്യാരക്ടറിലുണ്ട്. ഇല്ല, ഒരു കാര്യമില്ലാതെ ഇങ്ങനെ കുത്തി നെഗറ്റീവ് പറയണം. നൈസ്. പൃഥ്വിരാജിന്റെ ഡയറക്ഷനൊക്കെ പക്ക. മലയാളം സിനിമ ഒരു ടിപ്പിക്കൽ മലയാളം സിനിമയല്ല അത് പക്ക ഒരു ഇംഗ്ലീഷ് പടം രീതിയിൽ എടുത്തേക്കുന്നത്. ലൂസിഫർ ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. രണ്ടും രണ്ട് രീതിയിലാണ് എടുത്തേക്കുന്നത്. കാണുമ്പോൾ തന്നെ ഒരു ഹോളിവുഡ് ഫ്ലിക്ക് ലെവലായിട്ട് തോന്നുകയും ചെയ്യും. ഭയങ്കര ഒരു സ്റ്റാൻഡേർഡായിട്ട് എടുത്തിട്ടുണ്ട്. ഒരു നെഗറ്റീവും ഇല്ല. സെക്കൻഡ് ഹാഫൊക്കെ നല്ല ആളി കത്തുകയും ചെയ്യും. ഫസ്റ്റ് ഹാഫ് ഒരു ഓക്കെ എന്ന രീതിയിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് സിനിമ കാണുന്ന സ്ലൈറ്റ് ലാഗൊക്കെ ചെറുതായിട്ട് തോന്നുന്നു. അതൊന്നും ഒരു വിഷയമല്ല. സെക്കൻഡ് ഹാഫ് മോഹൻലാലിൻ്റെ കഴിഞ്ഞാട്ടവും എല്ലാം കൊള്ളാം. പൃഥ്വിരാജായാലും ടോവിനോയിലും എല്ലാവരും നൈസായിരുന്നു. മോഹൻലാലൊക്കെ സ്ക്രീൻ പ്രസൻസ്, സ്വാഗ് എല്ലാം പക്കയായിട്ട് കാണിച്ചു. പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനൊക്കെ ആകുമ്പോൾ പൃഥ്വിരാജിൻ്റെ ഡയറക്ഷനാണ് ഫുൾ ക്രെഡിറ്റ് കൊടുക്കാനുള്ള. അന്യായ രീതിയിൽ തന്നെ മോഹൻലാലിനെ റെപ്രസെൻ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം പക്ക, ഭയങ്കര ഇഷ്ടപ്പെടും. ഇതിൽ നെഗറ്റീവ് എന്ന് പറയാൻ ഒന്നുമില്ല. അത് എനിക്ക് തോന്നുന്നത് ഇവന്മാര് മോഹൻലാലിന് കിട്ടിയ സീൻസൊക്കെ ഭയങ്കര കുറവായിരുന്നു. അപ്പോൾ അവർക്ക് കിട്ടുന്ന അതായത് ഈ ടിപ്പിക്കൽ മോഹൻലാൽ ഫാൻസുകാർക്ക് കിട്ടുന്ന ആ രീതി കിട്ടിയിട്ടില്ല. ഒരു ഇംഗ്ലീഷ് സിനിമ എന്ന രീതിയിലാണ് എടുത്തേക്കുന്നത്. അപ്പം അവർക്ക് ഈ മോഹൻലാലിനെ ഇങ്ങനെ ഫുൾ ടൈം ഇങ്ങനെ കിട്ടാത്തതിൻ്റെ ആ ഒരു അങ്ങനത്തെ ചെറിയ നെഗറ്റീവ് അതൊക്കെയാണ്. ഈ ഇംഗ്ലീഷ് സിനിമ കാണുന്നവർക്കൊക്കെ ഈ പടമൊക്കെ ഓക്കെ ആയിട്ട് നല്ല പടം ഇഷ്ടപ്പെടും. മോഹൻലാലിന് കുറച്ച് സീനേ ഉള്ളൂ. ഇപ്പോൾ വിക്രം സിനിമയിൽ കമലഹാസൻ എങ്ങനെയാണോ അതുപോലെ തന്നെ ഈ സിനിമയിലും കൊള്ളാം. അത് പക്ക ഇംഗ്ലീഷ് സിനിമയൊക്കെ കണ്ട് ശീലിച്ചവർക്ക് ഈ പടമൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നൈസ് പടം, നെഗറ്റീവ് പടം ഒന്നുമില്ല, നല്ലൊരു പടം. നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. അടിപൊളി, എല്ലാം അടിപൊളി. Good, well executed movie, new concept, but yeah, love seeing Lalaten on screen after a long time. Visually it's a treat for everybody. We missed this Lalaten on screen for a long time. It's good. നല്ല പടം, ഇഷ്ടപ്പെട്ടു. നല്ല മൂവി എന്ന് പറഞ്ഞാൽ നല്ല മൂവി, അടിപൊളി. മോഹൻലാൽ, പൃഥ്വിരാജ് സൂപ്പർ, കാർത്തികേയ ഹീ സൂപ്പർ. താങ്ക് യു. അടിപൊളി, ടൊവിനോ സൂപ്പർ. ആയിരുന്നു. ഡയറക്ഷൻ നല്ല തന്നെയാണ്, ഡെഫിനറ്റ്ലി നല്ല തന്നെയാണ്. കുറച്ചുകൂടി നന്നാവുമായിരുന്നു. എക്സ്പെക്ടേഷൻസിന് അത്രയ്ക്ക് മീറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ കുഴപ്പമില്ല. ഓവറോൾ നല്ല തന്നെയാണ്. കൊള്ളാം, നന്നായിട്ട് കൊള്ളാം. നല്ല എല്ലാം അടിപൊളി. അതെ അതെ. ആ യെസ്, അതെ നന്നായിരുന്നു.
ലാലേട്ടൻ്റെ ആ ഒരു നല്ല നല്ല കുഴപ്പം. ലാലേട്ടനും മഞ്ജുചേച്ചിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു മൂവിയിൽ? കൊള്ളായിരുന്നു. നല്ല സാങ്കേതികത ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡയറക്ഷൻ എങ്ങനെയുണ്ട്? സൂപ്പർ. ഇവിടെ എന്താ പറയാനുള്ളത്? ആരെ ഇതിൽ ഭയങ്കരമായിട്ട് ഇഷ്ടമായത് പടത്തിൽ? വരേണ്ട ആവശ്യമില്ല. നല്ല ക്രാഫ്റ്റിലും ഇത്രയും ക്യാൻവാസിലൊരു പടം ഇതിനുമുമ്പ് കണ്ടിട്ടില്ല. പിന്നെ ഇത് ബേസിക്കലി ബാക്ക് സ്റ്റോറി പറയുന്നതാണ്. അപ്പോൾ ആ സമയം വരുമ്പോൾ ലാഗ് ഫീൽ ചെയ്യുന്നതാണ്. പക്ഷെ അതൊരിക്കലും അങ്ങനെയല്ല. ഞാൻ ആ രീതിയിൽ കാണുക. സൂപ്പർ ഫിലിം. ഇത്ര ആവശ്യമില്ലായിരുന്നു. ഇത്ര വലിയ പടത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ചെറിയ പടം എന്നാ പറഞ്ഞത്, ഒരു കുഞ്ഞു പടം. ബ്രോ, ദി പ്രൊഡക്ഷൻ വൈസ് ആൻഡ് എവറിത്തിങ് ഇസ് സോ ഗുഡ് ആക്ച്വലി. എന്ന് വെച്ചാൽ ആ ഒരു മലയാളത്തിലെ ക്വാളിറ്റി എക്സൽ ചെയ്യുന്നുണ്ട്. ബട്ട് ഇത്രയും വലിപ്പം വേണ്ടായിരുന്നു ബ്രോ പടത്തിന്. പടമുള്ള ഞാൻ ഇന്നലെ FDFS കണ്ടായിരുന്നു. പക്ഷേ അപ്പോഴൊരു മാസം അതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇന്ന് കുറേ റിവ്യൂസും ഇത് പടം നന്നായിട്ട് ആസ്വദിച്ച് കണ്ടവർ എൻ്റെ കൂടെ കുറച്ച് കാര്യങ്ങൾ ഈ സ്ക്രിപ്റ്റിനെ പറ്റിയിട്ടൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ മനസ്സിൽ വെച്ചിട്ട് ഇന്നിപ്പോൾ രണ്ടാമത് കയറി. ഇന്ന് കാണാൻ വേണ്ടി ഇന്നലെ വേറെ ഒരാഴ്ച വന്നപ്പോൾ കയറിയത്. അപ്പോൾ ഫസ്റ്റ് ടൈം കണ്ടത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് സ്ക്രിപ്റ്റിന് കുറച്ചുകൂടെ പ്രാധാന്യമുള്ളൊരു കഥയാണെന്ന് തോന്നുന്നു. ആ പറയുന്ന പൊളിറ്റിക്സൊക്കെ കുറച്ചുകൂടെ എവിഡൻ്റ് ആയിട്ട് ഇപ്പം മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം ഈ ജനഗണമന പുത്രജനമുണ്ട് ഏകദേശം ആ ലെവലൊക്കെ പൊളിറ്റിക്സ് പറയുന്ന ഒരു നല്ലൊരു കഥയായിട്ട് തോന്നി. മാസ് മാത്രം പ്രതീക്ഷിച്ച് പോയാൽ ഈ കഥ മനസ്സിലാവത്തില്ല. പൊളിറ്റിക്സ് നോക്കിപ്പോയാണെങ്കിൽ സ്റ്റോറി അടിപൊളി. പിന്നെ റൈറ്റർ പറഞ്ഞ പോലെ ഈ കണ്ടന്റ് ഓറിയൻറ്റഡ് പടമാണ്. അത് അങ്ങനെ തന്നെ കാണുകയാണെങ്കിൽ എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെട്ടു. അങ്ങനെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. നെഗറ്റീവ് എനിക്ക് തോന്നുന്നു ഈ ഓവർ എക്സ്പെക്റ്റേഷൻ, ഈ മാസ് എലിമെൻറ്റ്സ് മാത്രം പ്രതീക്ഷിച്ച് പോയത്. ഞാനും FDFS ബുക്ക് ചെയ്തപ്പോൾ അത് പ്രതീക്ഷിച്ചിട്ടാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കുറവുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പ്രതീക്ഷിച്ചിട്ട് പോയതായിരിക്കും. പിന്നെ ഓവർ ഹൈപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ക്യാമിയോസ് ഒരുപാട് പേര് പ്രതീക്ഷിച്ചു. ഞാനും ഒരുപാട് പ്രതീക്ഷിച്ചു. അതെ. പിന്നെ അതേപോലെ ഈ മറ്റേ ഹിന്ദിയിൽ നിന്നാണെങ്കിലും മറ്റേ ഷാറൂഖ് ഖാൻ, അമീർ ഖാൻ, തമിഴ്നാട്ടിൽ നിന്ന് മറ്റേ രജനികാന്ത്, അങ്ങനെ ഒരുപാട് ക്യാമിയോസ് ഒക്കെ പ്രതീക്ഷിച്ചില്ല. അതൊക്കെ ഇല്ലാത്തതും ചിലപ്പം ഓവർ എക്സ്പെക്ടേഷൻ്റെ ബേസിൽ കുറഞ്ഞിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്തു. അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു. മേക്കിംഗ് ഒക്കെ അടിപൊളിയായിരുന്നു. അടിപൊളിയാട്ടോ. മേക്കിംഗ് ഒക്കെ അടിപൊളിയാണ്. പ്രത്യേകിച്ച് കഥ എന്ന് പറയാനില്ല. പക്ഷേ കാണാൻ പറ്റിയ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് നമുക്കൊരു ശരിക്കും രോമാഞ്ചം. ഓരോ സീനിനും കൈയടിക്കാൻ തോന്നും. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ കത്തിക്കും. ലാലേട്ടനെക്കാട്ടും എനിക്ക് സത്യം പറഞ്ഞാൽ പൃഥ്വിരാജിനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ലാലേട്ടനെക്കാട്ടിലും ഒരുപടി. പിന്നെ ലാലേട്ടൻ്റെ ബോഡി ഗാർഡ്സായിട്ട് വന്ന ചേട്ടന്മാരില്ലേ, അവരൊക്കെ ആരെ നോക്കണമെന്നായിരുന്നു കൺഫ്യൂഷൻ. എല്ലാവരും അടിപൊളിയായിരുന്നു. ലൂസിഫർ കണ്ടിട്ടുണ്ടായിരുന്നു. കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിലോട്ട് വന്നപ്പോൾ ഒരു ചേഞ്ചസ്